ഹലോ. അപ്പം നമ്മൾ വീണ്ടും ചെറിയൊരു വീഡിയോയൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കട്ടപ്പനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ സുംബുടുവിൻ്റെ തലമുടി ഒന്ന് ചെറുതായിട്ട് വെട്ടണമായിരുന്നു. നമ്മൾ കുഞ്ഞിൻ്റെ തലമുടി പണ്ടൊന്ന് ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തലമുടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ചെറുതായിട്ട് വെട്ടിവിടാനുള്ള ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും ചേട്ടയും പിള്ളേരോടാണ് പോയത്. അമ്മയും അച്ഛനും വന്നില്ല. അമ്മയും അച്ഛനും വേറൊരു വീട്ടിൽ വരെ പോയേക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ എപ്പോൾ കുഴിമന്തി കഴിക്കാൻ പോയാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം പോർച്ച് ഗ്രില്ലിലാണ് പോകാറ്. അവിടെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ ഒന്നും നടക്കത്തില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെയാണ്. കുറേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർച്ച് ഗ്രില്ലാണ്. അതുപോലെ തന്നെ ചേട്ടായിക്കും അത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും പോയിട്ടുണ്ടായിരുന്നു പോർച്ച് ഗ്രില്ലാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തു. എനിക്കും ചേട്ടായിക്കുള്ള വന്ന്, പിള്ളേർക്കുള്ള വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ അൽഫാം മന്തി ഇതാ വന്നിട്ടുണ്ട്. മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനൊക്കെ തുടങ്ങി. സുംബുടുവാണെങ്കിൽ സ്പൂണിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവന് എപ്പോൾ സ്പൂൺ കണ്ടാലും അവന് വേണം. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് സ്പൂണെല്ലാം സത്യം പറഞ്ഞാൽ ഓരോ കട്ടിലിൻ്റെ അടിയിലൊക്കെയാണ് കേട്ടോ. കാരണം ഇവൻ ഇതെടുത്ത് അവിടെ ഇവിടെയും കളിക്കുന്നതാണ്. എപ്പോഴും ഇത് തന്നെയാണ് ഇവിടെ പണി. ഇവൻ്റെ മെയിൻ പണി സാധനം എന്ന് പറയുന്നത് ഈ സ്പൂണുകളും തവികളും ചട്ടുകം അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് തന്നെ പരിപാടി. ആ മയോണൈസൊക്കെ എടുത്ത് അവിടെ മൊത്തം നിരത്തി ഞാൻ അവിടെ തുടച്ചു കൊടുത്തിട്ട് പോരണമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ പരിപാടി അവിടെ കാണിച്ചു. ഒരു യുദ്ധം തന്നെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ്സിനകത്ത് ആ മയോണൈസും ചമ്മന്തിയും കൂടെ എടുത്ത് വെച്ച് അത് മൊത്തം മിക്സ് ചെയ്ത് ഒരു സൂപ്പ് പരുവത്തിൽ ഒരു ഗ്ലാസ്സിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ആമിക്കും കുഞ്ഞാത്തിനുമുള്ള മന്തി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണമാണ് 2 പേർ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവർ മൊത്തം കഴിക്കത്തില്ലായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. നമുക്ക് അൺലിമിറ്റഡ് റൈസൊക്കെയാണ്. അപ്പം നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങിച്ചാൽ മതിയില്ലെന്നോർത്ത് 2 പേർ കൂടെ ഒരെണ്ണമാണ് വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. ഈ കാണുമ്പോൾ ആവേശം മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും മടുപ്പായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിക്കുമായിരുന്നു. പിന്നെ കുറേ ചിക്കനൊക്കെ ചേട്ടയെ കൊണ്ടും തീറ്റിച്ചു. ഞാനും കുറച്ച് ഇത് കഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ പോവുകയാണ് നമ്മുടെ സുംബുടുവിൻ്റെ തലമുടി വെട്ടാനായിട്ട്. അവിടെ ഇനി ഒരു യുദ്ധം തന്നെ നടക്കും. ചേച്ചി തലമുടി വെട്ടിയാലോ? മുടി വെട്ടോ? ആ ചേട്ടൻ മോനും ഇത് തരും. അതുകൊണ്ട് ബ്രഷ് കൊള്ളാൻ പറ്റും. ഇവിടെ അടിച്ച് കൈ വെക്കാം. അത് വേണ്ട, കൈ വെക്കാം. അയ്യോ നല്ല സുഖമാടി. ചുമ്മാ ചെറുതായിട്ട് ജലദോഷം ആയതുകൊണ്ട് നല്ലപോലെ വളർത്താനൊക്കെ ഓർത്തിരുന്നു. ഇവിടെ തൂക്കണം, ഇവിടെ മുടി വീണ് തൂക്കണേ.